ഞങ്ങൾ നിത്യവഴുതന കുറച്ച് പറിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചേക്കാം എന്നും കൊണ്ട് ഇറങ്ങിയതാണ്. പഴയ നമ്മുടെ ട്രഡീഷണൽ വെറൈറ്റീസിൽ ഒക്കെയുള്ള ഒരു സാധനമാണല്ലോ നിത്യവഴുതന, ചതുരപ്പയർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നമുക്ക് കൈമോശം വന്നു പോകുന്ന സാധനങ്ങളെ സംരക്ഷിക്കുക. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിലെ ചെറുകിഴങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ടീനേ പോണോ? വാ. പൊട്ടിക്കട്ടെ? അതെല്ലാം നമ്മുടെ നിത്യവഴുതന പൊടിക്കാണ്. ഇതെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണയിൽ വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം പന്തലിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതിങ്ങനെ ഇപ്പോൾ ഈ വെർട്ടിക്കലായിട്ട് ഇടാനായിട്ട് കാരണം ടീനയാണ്. ടീന പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പന്തലിട്ടത്. അതിലും കുഴപ്പമില്ല കേട്ടോ, നല്ല അതിലായിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ഈ ഓണപ്പൂ എന്ന് പറഞ്ഞൊരു സൈസ് പൂവുണ്ടായിരുന്നു. അതും ഇതേപോലെ സെയിം ആയിട്ടുള്ളൊരു പൂവാത്. കളർ ഇച്ചിരൂടെ അത് ലൈറ്റാണ്. അതൊക്കെ കണ്ടോണം. ഇല്ല, അത് അരിയണം. വലിച്ചു പറിച്ചേണ്ട വള്ളി പോവല്ലേ. ഇത് സാധാരണ ഇങ്ങനെ ഒടിച്ചൊടിച്ചാണ് എടുക്കുന്നത്. കറയുണ്ട് ഇതിനൊരു സൈസ് കറയുണ്ട്. പിന്നെ പോരെ. കൊതുക് വിഷയമാണ്. ഇപ്പം ടീനായോട് വള്ളി വലിച്ചു പറിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പറിക്കുന്നു. മേളില് അവിടെ ആ സൈഡിലുണ്ട്, മേളില് തൊള്ളൊക്കെ ഉണ്ട്. മേളിലുള്ളത് നമ്മൾ മുക്കാലി വെച്ച് പറിക്കും. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണല്ലോ. എൻ്റെ വക.
ജെസ്സിക്ക് ആണെങ്കിൽ എന്നാ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗൈസ്. എന്നാലും ഇങ്ങനെ വീഡിയോക്കകത്തൊക്കെ എപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വരും കേട്ടോ. ബട്ട് വീഡിയോക്കകത്ത് ഇങ്ങനെ കാണത്തില്ല. എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ക്യാമറയുടെ മുന്നിലൊക്കെ ഇടയ്ക്കൊക്കെ വരത്തുള്ളൂ. എന്നാലും ചില വീഡിയോസൊക്കെ അവൾ പറഞ്ഞിട്ടോ എടുക്കുന്നത് തന്നെ. അന്നേരം വേറൊരു കാര്യമുണ്ട്. ടെസ്സായാണ് ഈ വിത്ത് ഇട്ടതും. ആ ഇതിൽ ടെസ്സ നട്ടതാണത്. നല്ല സൂപ്പറായിട്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ നടുവായിരുന്നെങ്കിലോ? അയ്യോ, അതിനകത്ത് ചീര വകയേക്കുന്ന അതിനകത്ത് കയറി ചവിട്ടിയോ? എന്താടേ? സോറി. ഞാനൊന്നും അപ്പുറത്തോട്ടും കിടക്കാന്ന് ഓർത്ത് നടക്കുമായിരുന്നു. സൈഡിൽ കൂടെ ഇറങ്ങി വരണം കേട്ടോ. ഞാൻ അതിനകത്ത് വേറല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിനായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത, നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ പോയി ആ ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ നിൽക്കണം കേട്ടോ. മറന്നിട്ടുണ്ടെങ്കിൽ അടിയ. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ആട്ടല്ലേ? അവിടെ കഴിച്ചത് കണ്ടോ? ഇത്ര മതിയോ? ഇത്ര മതിയോ? അങ്ങനെ നമ്മൾ വൈകിട്ടത്തെ ഒരു തോരനുള്ളതായി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ അല്ലേ ഇങ്ങനെ തീർക്കുമല്ലേ? തീർക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ നിത്യവഴുതന ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിത്യവഴുതനയൊക്കെ നടുക. പയറിൻ്റെ ഐറ്റംസ് എല്ലാം നടുക. കുറ്റി ബീൻസ്, ഇങ്ങനത്തെ എല്ലാ പയറുകളൊക്കെ നടുക. മുരിങ്ങ ബീൻസ്, എല്ലാ സൈസ് പയറൊക്കെ നടുക. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൊച്ച് എന്നാ പറയുക, ഒരു കുഞ്ഞൊരു കൃഷിക്കാരൊക്കെ ആകുക നമ്മൾ മാക്സിമം. അതുപോലെ തന്നെ നമ്മൾ അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടം ആക്കിയെടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ വഴിയെ ടാറ്റ.